എപ്പോഴും അവള് പറയുന്നത് എൻ്റെ മക്കൾ തന്നെയായിരുന്നു. ലാസ്റ്റ് സമയം വരെയും പറഞ്ഞത് എൻ്റെ മക്കളുണ്ട്, ആ വണ്ടിയിൽ അവർ നോക്കുന്നായിരുന്നു. ആംബുലൻസിൽ ഞാനും അവളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊണ്ടുപോകുമ്പോൾ. അവൾ എണിച്ച് ആംബുലൻസിലൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല, എണിച്ച് ഓടുകയായിരുന്നു. എൻ്റെ മക്കളുണ്ട് ചേച്ചി, മക്കളുണ്ട് പറഞ്ഞിട്ട്. വെള്ളം വേണം എന്നായിരുന്നു അവൾ ആ ലാസ്റ്റ്. എൻ്റെ മക്കളെ നോക്കി. ഞാൻ പറഞ്ഞു മക്കൾക്കൊരു കുഴപ്പമില്ല, നീ സമാധാനത്തോടു കൂടി ഇരിക്കുന്നായിരുന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ മേലെയായിരുന്നു അവൾ കിടന്ന. അപ്പോൾ അവളുടെ ശരീരത്തെ പൊള്ളമൊക്കെ പൊട്ടിയിട്ട് എൻ്റെ വെള്ളം മേലെക്കൂടിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേദനയായിട്ടൊന്നും പറയാനില്ല സാറേ, ഉള്ളത് പറയാലോ. ഞങ്ങൾക്ക് ഈ റോഡ് വീതി കൂടിയതാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും സംഭവിക്കില്ലായിരുന്നു. ആ ഫയർഫോഴ്സ് വന്നിട്ട് തിരിച്ചുപോയി. ആ വന്നതാണെങ്കിൽ ഇത്രയും കാറ് നശിക്കില്ലായിരുന്നു. ആ 2 കുഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മരിക്കില്ലായിരുന്നു. നേരത്തെ തന്നെ നമ്മൾ അവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണമൊക്കെ തേടിയതാണ്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ അവർ പറയുന്നത് പെട്ടെന്നുണ്ടായൊരു സ്ഫോടനമാണ്, രക്ഷിക്കാനുള്ള ശ്രമം പരമാവധി ഉണ്ടായി എല്ലാവരുടെയും ഭാഗത്തുനിന്ന്. പക്ഷേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, പരിക്ക് ഗൗരവമുള്ളതാണ് എന്തായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം. ഇപ്പോൾ ഈ കുടുംബത്തെ സംബന്ധിച്ചത് തുടർച്ചയായ ദുരന്തങ്ങളാണല്ലോ. 1.5 മാസം മുൻപാണ് മാർട്ടിൻ മരിച്ചതിന് ശേഷം കുറച്ച് നാളത്തെ അവധിക്ക് ശേഷമാണ് അമ്മ ആശുപത്രിയിലേക്ക് നഴ്സായി ജോലി ചെയ്യാൻ പോവുകയും തിരികെ അവരുടെ ഏക ആശ്രയമായിരുന്ന അമ്മ ഇപ്പോൾ ആശുപത്രിയിലാണ്. 2 കുട്ടികൾ മരിച്ചു. അവിടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ്, എത്രത്തോളം ദുഃഖഭരിതമാണ്? തീർച്ചയായും ഇന്നലെ ഇതേ സമയത്ത് മരിച്ച എംലീനയും അതോടൊപ്പം തന്നെ ആൽഫ്രഡും അമ്മയെ കാത്ത് ഈ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എംലീന വളരെ കൗതുകം കാത്തിരിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മയും പിടിച്ച് പുറത്തുപോയി ഐസ്ക്രീം വാങ്ങി കഴിക്കാം എന്നുള്ളൊരു ആഗ്രഹമായിട്ടായിരുന്നു എംലീന നിന്നിരുന്നത്. ആ പിഞ്ചോമനയാണ് ഇന്ന് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. 24 മണിക്കൂർ കൊണ്ടൊരു ജീവിതം മാറി മറിഞ്ഞതിന്റെ ഒരു ദുഃഖ ചിത്രമാണിത്. ഈ കാറിൽ ആണ് ആ കുട്ടികൾ ഉണ്ടായിരുന്നത്. ഈ കാർ പൊട്ടിത്തെറിച്ചാണ് ആ 2 കുട്ടികൾക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ഇപ്പോൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത്. ഈ കുടുംബത്തിന്റെ ദുഃഖം ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ദുഃഖമായി മാറുകയാണ്. കാരണം 2 മാസം മുമ്പാണ് ഈ കുട്ടികളുടെ അച്ഛൻ ക്യാൻസർ ബാധിതനായിട്ട് മരിച്ചത്. അതിനുശേഷം അമ്മയായിരുന്നു പിന്നെ ഈ കുടുംബത്തിന്റെ അത്താണി. അമ്മ അങ്ങനെ ഈ ഭർത്താവിന്റെ മരണശേഷവും പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമായതിനു ശേഷമാണ് അവർ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് പോയത്. നേഴ്സായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി തുടങ്ങി അടുത്ത ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് ഇവരുടെ കഥ കേൾക്കുന്ന ആർക്കും അത് ഒരു നെഞ്ച് വിങ്ങലാണ്. ഇത് വളരെ സങ്കടമാണ് അവരുടെ കാര്യം. ഭർത്താവ് മരിച്ചിട്ട് 1.5 മാസമായിട്ടുള്ളൂ. അതിനൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നത് ഒരു 4 ദിവസം എന്തോ ആയിട്ടുള്ളൂ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ജോലി വിട്ട് വന്നതും ഐസ്ക്രീം വേണമെന്ന് കുട്ടികൾ പറഞ്ഞ കാരണം തിരിച്ചിറങ്ങിയിട്ട് കുട്ടികളെയും വണ്ടി കയറ്റിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. വണ്ടി പൊട്ടിത്തെറിച്ചു ബാക്കിൽ നിന്ന്. വയറെന്തോ ഷോർട്ട് സർക്യൂട്ട് എന്തോ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഇത്. പക്ഷേ 3 കുട്ടികളും ഉള്ളിലായിരുന്നു. അതിൽ 2 കുട്ടികളുടെ സ്ഥിതി ഗുരുതരമായിരുന്നു. 2 കുട്ടിയും മരിച്ചു. ഇനിയിപ്പോൾ അമ്മൻ്റെയും ലേശം ഗുരുതരമാണെന്നാണ് പറയുന്നത്. എന്താണ് ഇപ്പം നാട്ടുകാരൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, എങ്ങനെ സംസ്കാര ചടങ്ങുകളെ കുറിച്ച് എന്തെങ്കിലും? അതായത് ഇപ്പോൾ അവരുടെ ഒരു ബ്രദറിനെ ബന്ധപ്പെട്ടപ്പോൾ അവർ ഇവിടെ നിന്ന് ചിറ്റൂരിൽ നിന്ന് കുറച്ച് പേര് ആശുപത്രിക്ക് പോയിട്ടുണ്ട് പറഞ്ഞു. അവിടെ പോയിട്ട് അടുത്ത നടപടിക്രമം പറയാമെന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവർ അട്ടപ്പാടിക്കാണോ എവിടേക്ക് കൊണ്ടുവരുന്നുള്ളത് പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ അവസാനം കിട്ടിയ വിവരം. അതായത് ഈ മാർട്ടിനെ, അതായത് എൽസിയുടെ ഭർത്താവായ മാർട്ടിനെ സംസ്കരിച്ചത് അട്ടപ്പാടിലാണ് ഇവരുടെ കുടുംബ വേരുകളുള്ളത്. അവിടെയായിരുന്നു അടക്കിയിരുന്നത്. ഈ കുട്ടികളുടെയും സംസ്കാര ചടങ്ങുകൾ എവിടെയാണ് നടക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരു പക്ഷേ അട്ടപ്പാടിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. ഇവരുടെ സ്വന്തം വീടാണിത്. പക്ഷേ അവരുടെ കുടുംബ പേരുകൾ അട്ടപ്പാടിയിലായതുകൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. ഈ രാവിലെ വന്ന സമയത്ത് വളരെ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. ഈ കാറിൽ തന്നെ ആയിരുന്നോ യാത്ര? ഈ കാറിന് എന്ത് പറ്റിയതാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഇപ്പോൾ LPG സിലിണ്ടർ കാറിലുണ്ടായിരുന്നു എന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ട്. അതല്ല, ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്ന പ്രാഥമികമായ വിവരങ്ങൾ വന്നു. എങ്ങനെ ഈ കാർ പൊട്ടിത്തെറിച്ചു എന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഈ കാറിൽ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഉടനെ കുട്ടികളുമായി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അതെ, ഈ കാറിലല്ലായിരുന്നു എൽസി ആശുപത്രിയിൽ പോയിരുന്നത്, സ്കൂട്ടിയിലായിരുന്നു. സ്കൂട്ടിയിൽ പോയി വന്ന ശേഷമാണ് കുട്ടികൾ ഐസ്ക്രീം വേണമെന്ന് വാശി പിടിച്ചപ്പോൾ അവരെയും കൂട്ടി പുറത്തേക്ക് പോകാൻ തുടങ്ങിയത്. ആ സമയത്താണ് ഈ കാർ ഓൺ ചെയ്യുന്ന സമയത്ത് തീ പടർന്നത്. രക്ഷാപ്രവർത്തനം നടത്തിയ സുരേഷാണ് നമ്മളിപ്പോൾ ചേരുന്നത്. ഇന്നലെ നിങ്ങളൊക്കെ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. രാവിലെ ഒന്നും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ നമ്മളൊരു വേദനയായിട്ട് ഇങ്ങനെ മാറിയിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ. വേദനയായിട്ടൊന്നും പറയാനില്ല സാറേ, ഉള്ളത് പറയാലോ. ഞങ്ങൾക്ക് ഈ റോഡ് വീതി കൂടിയതാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും സംഭവിക്കില്ലായിരുന്നു. ആ ഫയർഫോഴ്സ് വന്നിട്ട് തിരിച്ചുപോയി. ആ വന്നതാണെങ്കിൽ ഇത്രയും കാറ് നശിക്കില്ലായിരുന്നു. ആ 2 കുഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മരിക്കില്ലായിരുന്നു.
ഞങ്ങളിത് കാറ് കത്തുന്നു വണ്ടി കത്തുന്നു ഞങ്ങൾ ടി വിയിലേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളിത് കണ്ടു. ഞങ്ങൾ ഓടി വരുമ്പോൾ ഇവിടെയാണ് ആ അമ്മ കിടക്കുന്നത്. ഈ അമ്മനെ രക്ഷപ്പെടുത്തുന്നത് നോക്കൂ. അവിടെ കുട്ടികൾ സേഫായിട്ട് കിടക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചു. മക്കൾക്കൊന്നും സംഭവിച്ചില്ല ഞങ്ങൾ കുട്ടികളെ പക്ഷെ അതാണ് പിന്നീടാണ് ഞങ്ങൾ അതൊക്കെ അറിയുന്നത്. രണ്ട് ആംബുലൻസ് വന്നപ്പോൾ 2 കുട്ടികളിനെയും ഞങ്ങൾ ഇതിൽ കൂടെയാണ് എടുത്തത്. ഈ അമ്മനെ ഞങ്ങൾ രക്ഷപ്പെടുത്തുമ്പോൾ ആ അമ്മൻ്റെ കൈ മൊത്തം പോയി. പിന്നീടാണ് ഞങ്ങൾ അമ്മൻ്റെ ദേഹം മൊത്തം പൊള്ളിയത്. ആ ഒരു ചേച്ചും കൂടി ഉണ്ടായിരുന്നു, എൻ്റെ ഏർത്തിയമ്മ ഉണ്ടായിരുന്നു. അവരാണ് അറിഞ്ഞിട്ടാണ് ആ ദേഹം മൊത്തം പൊള്ളിയതാണ്. പക്ഷെ ആ കുഞ്ഞുങ്ങൾ 2 ഇപ്പോൾ പോയി വരുമ്പോൾ ഞങ്ങൾക്ക് അത്രയും വിഷമമുണ്ട് സാർ. ആ ഫയർഫോഴ്സ് വന്നിട്ട് തിരിച്ചു പോയില്ല. നാളെ ഞങ്ങളുടെ വീട്ടിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ട് തീരിലാണ് എന്തെങ്കിലും പറയാൻ പറ്റുമോ സാർ? അതായത് പറയുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങോട്ടേക്ക് വരുന്നത് വളരെ ചെറിയ ഒരു റോഡാണ്. അവിടേക്ക് ഈ സ്ഫോടനം ഉണ്ടായ സമയത്ത് ഫയർഫോഴ്സ് അഗ്നിശമന സേന യൂണിറ്റ് വന്നിരുന്നു. പക്ഷേ അത് ഇങ്ങോട്ടേക്ക് പൂർണ്ണമായിട്ട് വരാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കുറച്ച് സ്ത്രീകൾ അവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെയാണ് ആദ്യം ഓടി എത്തുകയും ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചതുമൊക്കെ നമുക്ക് അവർ സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം എല്ലാവരും ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. രാവിലെ അവസാനം നമ്മൾ നിങ്ങളുടെയൊക്കെ കൺമുന്നിൽ ഓടിക്കളിച്ചറിഞ്ഞൊരു കുഞ്ഞാണ്. കണ്ട ഉടനെ കൊണ്ടുവരാനും വണ്ടി വിളിക്കാനും പറയാൻ അവർ വിളിച്ചു ഇവര് വിളിച്ചു വരാനൊക്കെ വൈകി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവരെ വിളിച്ചു ഇവരിനെ വിളിച്ചു പറഞ്ഞു. ലാസ്റ്റ് നേരത്തെ വന്ന് കിട്ടാണോ ഒക്കെ ഏറ്റി പിടിച്ച് കൊണ്ടുപോകുമ്പോഴേക്കൊക്കെ ചേച്ചി രാവിലെ പറഞ്ഞല്ലോ കത്തുന്ന സമയത്തൊക്കെ ചേച്ചി അന്നിപ്പോൾ കണ്ടിരുന്നു അല്ലേ? അമ്മയെ കൊണ്ടുപോകാനൊക്കെ സഹായിച്ചു. അവളെ എപ്പോഴും അവള് പറയുന്നത് എൻ്റെ മക്കള് തന്നെയായിരുന്നു. ലാസ്റ്റ് സമയം വരെയും പറഞ്ഞത് എൻ്റെ മക്കളുണ്ട് ആ വണ്ടിയിൽ അവർ നോക്കുന്നായിരുന്നു. ആംബുലൻസിൽ ഞാനും അവളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊണ്ടുപോകുമ്പോൾ. അവൾ എണിച്ച് ആംബുലൻസിലൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല, എണിച്ച് ഓടുകയായിരുന്നു. എൻ്റെ മക്കളുണ്ട് ചേച്ചി, മക്കളുണ്ട് പറഞ്ഞിട്ട്. വെള്ളം വേണം എന്നായിരുന്നു അവൾ ലാസ്റ്റ്. എൻ്റെ മക്കളെ നോക്കി ഞാൻ പറഞ്ഞു മക്കൾക്കൊരു കുഴപ്പമില്ല, നീ സമാധാനത്തോടു കൂടി ഇരിക്കുന്നായിരുന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ മേലെയായിരുന്നു അവൾ കിടന്ന. അപ്പോൾ അവളുടെ ശരീരത്തെ പൊള്ളമൊക്കെ പൊട്ടിയിട്ട് എൻ്റെ മേലെക്കൂടിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വണ്ടി ആംബുലൻസ് വരാനും വൈകി. ഫയർഫോഴ്സ് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയാൻ വഴിയില്ലാതെ. ഞങ്ങളുടെ റോഡ് ചെറുതായിരുന്നു, അതുകൊണ്ടായിരിക്കാം കൂടുതലും. അപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപാട് ഇത് വേറെ വല്ല അസുഖമില്ലല്ലോ. ഇവിടെ പാറി നടന്നിരുന്നൊരു കുഞ്ഞായിരുന്നില്ലേ? എല്ലാവർക്കും നമ്മുടെ ഇവിടെ നായ ഉണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് ഈ നായിനെ ഭയങ്കര ഇഷ്ടമാണ്. ആ കുട്ടികൾ അപ്പോഴൊക്കെ നായ്ക്കുട്ടി പറഞ്ഞിട്ട് 3 കുട്ടികളും കൂടെ നോക്കാൻ വരികയൊക്കെ ചെയ്യായിരുന്നാണ്. എന്താ പറയാ, ഫയർഫോഴ്സ് ഇങ്ങോട്ടേക്ക് വരാൻ വൈകി. ആംബുലൻസ് ഇങ്ങോട്ടേക്ക് വളവ് തിരിവ് കുറച്ച് കൂടുതലാണ്. അത് വണ്ടി ചെറിയ റോഡാണ്. വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റണില്ല. പക്ഷെ വീതി ഉള്ളതാണ്. ഇപ്പൊ വീതി കുറഞ്ഞിട്ടുണ്ടോ വരാൻ പറ്റാണ്ട് ഫയർഫോഴ്സ് അവിടെ നിന്ന് പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ റോഡിന്റെ വീതി സംബന്ധിച്ചാണ്. ഈ കാറിന് തീപിടിച്ച സമയത്ത് ഫയർഫോഴ്സിനെ വിളിച്ചിരുന്നു, അവർ വരികയും ചെയ്തു. പക്ഷേ ഫയർഫോഴ്സ് ഒക്കെ എത്താൻ വൈകി, റോഡിന്റെ വീതി പ്രശ്നമാണ് തുടങ്ങിയ കാര്യങ്ങളും അങ്ങനെയുള്ള പരാതികളും അവിടെയുള്ളവരൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവരെ സംബന്ധിച്ച് അവർക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ കൂടിയാണ്, ഒരുപാട് അടുപ്പമുള്ള ഒരു വീട് കൂടിയായിരുന്നു. ആ ദുഃഖം അവർക്കും താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്ന് പോലും